ഈശോ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറി, ഹൃദയത്തെ ശങ്കിക്കാതെ നിങ്ങളത് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് വീഴും. മർക്കോസിന്റെ സുവിശേഷം 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയോ ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. എല്ലാവർക്കും ഒരു ഉതപ്പുണ്ടാകുന്ന ഒരു വചനമാണ്. പിന്നെ മലയിൽ നിന്ന് മാറി മലയോട് പോയി കടലിൽ വീഴാൻ പറഞ്ഞാൽ വീഴും, ചുമ്മാ വീഴത്തില്ലെന്ന് പറയും. പക്ഷേ എന്താ അവിടുത്തെ പ്രശ്നം എന്ന് അറിയുക, മലയെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത തടസ്സങ്ങളാണ്. ജീവിതത്തിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവും, ലോൺ കിട്ടാൻ തടസ്സം വരത്തില്ലേ? അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വരും. ഇതിന് എന്താണ് മലയെന്ന് പറയണത്? അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഈ തടസ്സം മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? ഹൃദയത്തെ ശങ്കിക്കാതെ. അപ്പോൾ അവിടെയാണ് പ്രശ്നമായത്. അപ്പോൾ നമ്മൾ ഓർക്കും ശങ്ക എങ്ങനെയായാലും ഉണ്ടാകുമല്ലോ മനുഷ്യനെ. പിന്നെ എങ്ങനെ ശങ്കിക്കാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം ശങ്ക ഉണ്ടാകാതിരിക്കാൻ എന്താ മാർഗം എന്നറിയാമോ? ഹൃദയത്തെ ശങ്കിക്കാതെ എന്നല്ല പറയണത്. അപ്പം ഹൃദയമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ വിശ്വസിക്കുന്നത് എന്താണ്? ഹൃദയത്തിലല്ലേ വിശ്വസിക്കുന്നത്. ഇപ്പം യേശു കർത്താവാണെന്ന് ആധരം കൊണ്ട് ഏറ്റു പറയും. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലാണ് വിശ്വസിക്കണം മനുഷ്യൻ, അല്ലേ? 10:9 റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹൃദയത്തെ ശങ്കിക്കാതെ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള കൗണ്ടർ പാർട്ട് എന്താണ്? എതിർ ശക്തി എന്താണ്? സംശയമാണ്. അപ്പോൾ വിശ്വാസത്തിന് എതിരെ വരാൻ സാധ്യതയുള്ളത് മനുഷ്യൻ്റെ സംശയമാണ്. ഈ സംശയത്തെ എങ്ങനെ അതിജീവിക്കണത്? അത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത്. മനസ്സിലായില്ലേ? 1 Corinthians 13:7. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അതാണ് സംഭവം. സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സകലത്തെയും പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ സംശയത്തെ അതിജീവിക്കണം എങ്ങനെയാണ്? സകലത്തെയും അതിജീവിക്കുമെന്ന് പറയണല്ലേ. അപ്പം എങ്ങനെയാണ് അതിജീവിക്കണത്? സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത്. അപ്പോൾ ഇത് വരുന്ന വെച്ചാൽ സംശയത്തെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന ഈ മാങ്ങാണ്ടിയുടെ അത് പുഴു എന്ന പോലെയാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ സംശയം വരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങാണ്ടിയുടെ പുഴു എങ്ങനെയാണ് വേണ്ടത്? അത് പൂവായിരുന്ന സമയത്ത് തന്നെ മുട്ടയിട്ട് പോകുന്നത് കൊണ്ടാണ് അതിനകത്ത് നിന്ന് വളരണത്. ഇതുപോലെ വിശ്വാസത്തിൽ തന്നെയും വിശ്വാസം രൂപപ്പെട്ട് വരുന്ന കാലത്ത് തന്നെയും സംശയങ്ങളും രൂപപ്പെട്ട് വരും. അതുകൊണ്ടാണ് ഈ നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ പിള്ളേരെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ മുതിർന്നവർ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത്. കാര്യം എന്താണ്? അവർക്ക് അപ്പനും അമ്മയ്ക്കും സംശയമാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി സംശയം ഉണ്ടാകും. അപ്പോൾ അവിടെ പൂ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ആ സംശയത്തിൻ്റെ കണിക അതിനകത്ത് വീഴും. അപ്പോൾ വളർന്നു വരുമ്പോഴും അവർ ആ വിശ്വാസത്തിൽ സംശയം ഉണ്ടാകും. നമ്മളിതൊക്കെ കുഞ്ഞുങ്ങളെ ഇരുന്നുകൊണ്ട് കെട്ടിയിരുന്ന് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓർക്കുമ്പോൾ ഇതൊക്കെ ചുമ്മാ ആയിരിക്കുമെന്ന്. അങ്ങനെയല്ല, ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത്. കാര്യം അവരെ എപ്പോഴും നമ്മൾ അവിടെ ഉള്ളിൽ ഇപ്പോൾ ഈ മാങ്ങാണ്ടിടത്ത് എങ്ങനെ പുഴു വരുന്നത്? ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, എന്താ വരുന്നത്? പൂക്കുമ്പോൾ തന്നെ പരാഗണത്തിലൂടെ വരുന്നതാണത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.